ഹായ്. ഇന്നെന്താ ഞാൻ പറയണ്ടേ എന്ന് വല്ലാണ്ട് ആലോചിക്കുക. ഒരു 2-3 മണിക്കൂറായി ഞാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ കയ്യിൽ കണ്ടൻ്റ് ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ഇടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടും, പിന്നെ കുറേ നേരം യൂട്യൂബ് നോക്കുമ്പോൾ അവരെ പോലെ ഒന്നും ആയില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്തണം എന്നുള്ളൊരു മോഹം കൊണ്ടും ഞാൻ ഇന്നും ഒരു മണ്ടത്തരവും പൊട്ടത്തരവും കാണിക്കാതെ എങ്ങനെയെങ്കിലും തട്ടി മുട്ടി ഈ ഒരു ഷോർട്സ് ഇടുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറ്റുന്നത്ര സപ്പോർട്ട് തരിക, പറ്റിയെങ്കിൽ. ഇല്ലെങ്കിൽ വിട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ആരെയും ഒരു കാര്യത്തിന് നിർബന്ധിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യും. മറ്റുള്ളവരെ നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും വേണ്ടാൻ തോന്നിയാൽ വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പ്രായമായവർ പറഞ്ഞാൽ കേൾക്കണം, അതിലാണ് കാര്യം എന്നുള്ളതിലൊന്നുമല്ല. നമുക്കെന്ത് വേണമെന്നുള്ളത് നമ്മുടെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ്. നമ്മളെന്തിൽ ഹാപ്പി ആവുന്നു, നമുക്ക് എന്തൊക്കെ നീഡ്സാണ് ആവശ്യം എന്നുള്ളത് ഒരിക്കലും മറ്റൊരാൾക്കറിയില്ല. കാരണം നമ്മൾ മറ്റൊരു പേഴ്സണാണ്, നമ്മളൊരു ഇൻഡിവിജ്വലാണ്, അവരൊരു ഇൻഡിവിജ്വലാണ്. അവർക്ക് അവരുടെ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഉള്ള പോലെ തന്നെയാണ് നമുക്കും. പാരൻസാണ് അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് കേൾക്കരുത് എന്നല്ല, പക്ഷെ കേൾക്കണം. അതിൽ നല്ലതാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. അതിപ്പോൾ ചെറിയ ആൾക്കാർ പറഞ്ഞാലും വലിയ ആൾക്കാർ പറഞ്ഞാലും നമുക്ക് നല്ലതാണെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അവർക്ക് പണ്ടുള്ള കാലത്ത് ഉള്ള ശരികൾ ഇപ്പോൾ പല കാര്യങ്ങളും തെറ്റായിരിക്കാം. അപ്പം അതിൽ നമ്മൾ സപ്പോർട്ട് നിന്ന് അങ്ങനെയാണ് ഓക്കെ, ആ പണ്ടുള്ള അതേ പാതയിൽ തന്നെ നമുക്ക് വീണ്ടും പോവാം എന്നുള്ള കാഴ്ചപ്പാട് ഭയങ്കര മോശമാണ്. അതൊക്കെ ഭയങ്കര പഴയതായിപ്പോയി. പിന്നെ കുറേ ആൾക്കാർ പറയും ജനറേഷൻ ഗ്യാപ്പ്, ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നത് എന്നുള്ളത്. കുറച്ച് പ്രായം കഴിയുമ്പോൾ മേ ബി നമ്മൾ മാറുമായിരിക്കാം. അവരെ പോലെയൊന്നും നമ്മൾ ചിന്തിക്കില്ല. എന്താണെന്ന് വെച്ചാൽ മക്കൾ അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആൾക്കാരൊക്കെ അവർ പറയണത് കേട്ട് അങ്ങനെയൊക്കെ ജീവിക്കണം. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് നടക്കാവൂ, ഞാനാണ് കാശ് ചിലവാക്കുന്നത്, അപ്പം ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ, അങ്ങനെയൊന്നുമല്ല. പാരൻസ് ആണെങ്കിൽ മക്കളെ നോക്കാനുള്ള കടമയുണ്ട്. അതേപോലെ തന്നെ മക്കളെ വളർത്തി വലുതാക്കിയതിൻ്റെ ഉത്തരവാദിത്വം പാരൻസിൻ്റെ അടുത്ത് തിരിച്ചും കാണിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാനോ തീരുമാനം എടുക്കാനോ ഒരാൾക്ക് നമ്മളൊരവസരവും കൊടുക്കരുത്. അത്രയൊക്കെ എനിക്ക് ഇന്ന് തോന്നുന്നുള്ളൂ. നാളെ നല്ലതെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇന്നൊക്കെ എത്രയേ ഉള്ളൂ. ബൈ.